നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. രാഷ്ട്രപതിക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ. രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് സംസ്ഥാന സർക്കാർ. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെയാണ് അസാധാരണ നീക്കം. ഗവർണറെയും എതിർകക്ഷിയാക്കിയാണ് ഹർജി. ബില്ലിൽ തീരുമാനം വൈകിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹർജിയിൽ പറയുന്നു. കേന്ദ്ര സർക്കാരിന് തുടർച്ചയായി രാഷ്ട്രപതിക്കെതിരെയും വ്യവഹാരത്തിന്റെ വഴിയിലാണ് കേരളം. ഭരണഘടനയുടെ 14, 200, 201 അനുച്ഛേദങ്ങളുടെ ലംഘനം സംസ്ഥാനത്തിന് നേരിടേണ്ടി വരുന്നു എന്നാണ് പരാതി. റിട്ട് ഹർജിയാണ് കേരളത്തിന്റേത്. സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് ഹർജി സമർപ്പിച്ചത്. ബില്ലുകൾക്ക് കാരണമൊന്നും വ്യക്തമാക്കാതെ അനുമതി വൈകിപ്പിക്കുന്ന രാഷ്ട്രപതിയുടെ നടപടി ഏകപക്ഷീയമാണെന്ന് ഹർജി വിമർശിക്കുന്നു. കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതിയുടെ പ്രവർത്തനം. സംസ്ഥാന നിയമസഭയുടെ അധികാരപരിധിയിൽ വരുന്ന വിഷയങ്ങളാണ് രാഷ്ട്രപതിയുടെ മുന്നിലെ ബില്ലുകളിലുള്ളത്. ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദവും കേരളം ഹർജിയിൽ ഉന്നയിക്കുന്നു. ഭരണഘടനാ വിരുദ്ധമായ സമീപനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് സുപ്രീം കോടതി പരിശോധിക്കേണ്ട ഗൗരവമായ ഒരു ഭരണഘടനാ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടി റദ്ദാക്കി ബില്ലുകൾ തിരിച്ചു വിളിക്കാൻ ഉത്തരവിടണമെന്നാണ് ഹർജിയിലെ കേരളത്തിന്റെ ആവശ്യം. രാജ്യത്തെ മുതിർന്ന ഭരണഘടനാ വിദഗ്ധരുടെ അഭിപ്രായം തേടിയ ശേഷമാണ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. അരവിന്ദ് കെജ്രിവാളിന് കുരുക്ക്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കുരുക്ക് മുറുക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പിന്നാലെ CBIയും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങി. ജാമ്യാപേക്ഷയുമായി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും അടിയന്തരമായി വാദം കേൾക്കണമെന്നും ഹർജിയിൽ പറയുന്നു. കേസിൽ BRS നേതാവ് കെ കവിതയുടെ കസ്റ്റഡി കാലാവധി 3 ദിവസത്തേക്ക് നീട്ടി. ED കസ്റ്റഡി കാലാവധി അവസാനിക്കുമ്പോൾ കോടതിയെ സമീപിച്ച് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് CBI നീക്കം. ശക്തമായ തെളിവുകൾ കയ്യിലുണ്ടെന്നാണ് CBIയുടെ വാദം. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ജാമ്യഹർജി ഈ തിങ്കളാഴ്ചയാണ് സുപ്രീംകോടതി പരിഗണിച്ചത്. ജാമ്യം അനുവദിക്കരുതെന്ന് വാദിക്കാൻ CBI അവകാശപ്പെട്ടത് ഉടൻ ഒരു ഹൈ പ്രൊഫൈൽ അറസ്റ്റ് കൂടി ഈ കേസിൽ ഉണ്ടാകുമെന്നായിരുന്നു. കേസിലെ ആസൂത്രകൻ അറസ്റ്റിലാകുന്നതോടെ അന്വേഷണം ഉടൻ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും CBI കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. കെജ്രിവാളിനെ കേസിൽ പ്രതി ചേർക്കാനുള്ള നടപടികൾ CBI വേഗത്തിലാക്കി. മദ്യനയ കേസിൽ BRS നേതാവ് കെ കവിതയെ മാർച്ച് 26 വരെ കസ്റ്റഡിയിൽ വിട്ടു. കെജ്രിവാളിനെയും കവിതയെയും ഒപ്പമിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സൗത്ത് ഗ്രൂപ്പുമായി ചേർന്ന് കവിത കെജ്രിവാളുമായി കരാർ ഉറപ്പിച്ചുവെന്നാണ് EDയുടെ വാദം. ED മുന്നോട്ട് വെച്ച വാദത്തിൽ തെളിവുകൾ കണ്ടെത്താനാണ് അന്വേഷണ ഏജൻസിയുടെ നീക്കം. 24, ഡൽഹി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ആശങ്കയറിയിച്ച ജർമ്മനിക്ക് മറുപടിയുമായി ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിൽ അനാവശ്യമായി ഇടപെടുന്നു എന്നാണ് വിമർശനം. ജർമ്മനിയുടെ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം എതിർപ്പറിയിച്ചു. അരവിന്ദ് കെജ്രിവാളിന് നീതിപൂർണമായ വിചാരണ ഉറപ്പാക്കണമെന്ന ജർമ്മൻ വിദേശകാര്യ വക്താവിന്റെ പരാമർശമാണ് വിവാദമായത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BJPക്കെതിരെ ആം ആദ്മി പാർട്ടി. മദ്യലോബിയിൽ നിന്ന് ഇലക്ടറൽ ബോണ്ടായി കൈക്കൂലി വാങ്ങിയത് BJPയാണെന്ന് മന്ത്രി അതിഷി മർലേന ആരോപിച്ചു. അറസ്റ്റിനെതിരായ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം തുടരുകയാണ്. ഡൽഹി മദ്യനയ അഴിമതി കേസിലെ മാപ്പുസാക്ഷി ശരത് ചന്ദ്ര റെഡ്ഡി 34 കോടി രൂപ ഇലക്ടറൽ ബോണ്ടായി BJPക്ക് നൽകിയെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. പണം വാങ്ങിയ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയെ അറസ്റ്റ് ചെയ്യണമെന്ന് മന്ത്രി അതിഷി ആവശ്യപ്പെട്ടു. ये है मनी ट्रेल शरद चंद्र रेड्डी की कंपनियों द्वारा दिया गया इलेक्टोरल बॉन्ड्स में भारतीय जनता पार्टी के बैंक अकाउंट में पैसा. शरद चंद्र रेड्डी औरोबिंदो फार्मा का मालिक, शराब का कारोबारी, उसने 4.5 करोड़ रुपए के इलेक्टोरल बॉन्ड्स दिए. ഇലക്ടറൽ ബോണ്ടിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. ഇതുന്നയിച്ച് പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാന്നിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിലെ ഷഹീദി പാർക്കിൽ ആം ആദ്മി പ്രവർത്തകർ പ്രതിഷേധിച്ചു. നടപടി രാഷ്ട്രീയ പകപോക്കലെന്ന് ഭഗവത് മാൻ. ഷഹീദി പാർക്കിന് പുറത്ത് റോഡ് പ്രതിഷേധിച്ച ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ജയിലിലിരുന്ന് ഭരിക്കാനും ജനാധിപത്യത്തെ ജയിലിൽ തളയ്ക്കാനും
കെജ്രിവാളിനെ അനുവദിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ പറഞ്ഞു. പാർട്ടി ആസ്ഥാനം പോലീസ് സീൽ ചെയ്തിരിക്കുകയാണെന്നും നേതാക്കളെയും പ്രവർത്തകരെയും പാർട്ടി ആസ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ലെന്നും കാണിച്ച് ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. 24 ഡൽഹി. ഇലക്ട്രൽ ബോണ്ട് ഇടപാടുകളിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണം. പാർട്ടിക്ക് കിട്ടിയ സംഭാവനയുടെ വിവരങ്ങൾ കൈമാറുമെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. चंदादाताओं को सम्मान और अन्नदाताओं का अपमान, यही मोदी सरकार की नीति रही है. ये घोटाला, इस पर जांच होनी चाहिए, सुप्रीम कोर्ट मॉनिटर्ड इंक्वायरी होनी चाहिए और सभी पार्टियां इस इंक्वायरी, इस जांच से अपना सहयोग देगी. हमारी पार्टी भी पूरी सहयोग देगी. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. 24 election powered by Asset responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു Tata Blue Scope സ്റ്റീൽ ഉൽപ്പന്നം. പൗരത്വ ഭേദഗതിയും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവ ചർച്ചയാക്കി മുന്നണികൾ. ബി.ജെ.പി. ബന്ധത്തിന്റെ പേരിൽ സിപിഐഎമ്മും കോൺഗ്രസും തമ്മിൽ വാദപ്രതിവാദം തുടരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം പിണറായി സർക്കാരിന്റെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണെന്ന് സിപിഐഎം നേതാവ് എ.കെ. ബാലൻ പറഞ്ഞു. സംസ്ഥാനത്ത് സിപിഐഎമ്മും ബി.ജെ.പിയും തമ്മിലാണ് മത്സരമെന്ന ഇ.പി. ജയരാജന്റെ പ്രസ്താവനയിൽ വിടാതെ പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഇ.പി. ജയരാജൻ പറഞ്ഞത് ഒത്തുതീർപ്പ് ധാരണയുടെ അടിസ്ഥാനത്തിലെന്ന് കെ.സി. വേണുഗോപാൽ. LDFും ബി.ജെ.പിയും തമ്മിലാണെന്ന് പറഞ്ഞാൽ അത് ഒരു ബി.ജെ.പിക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയ PR വർക്കല്ലേ? ബി.ജെ.പിക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയ PR വർക്ക് ചെയ്യേണ്ട ആളാണോ മിസ്റ്റർ ജയരാജൻ? അത് പറഞ്ഞിട്ടും അദ്ദേഹത്തിനെതിരായി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു പരാമർശവും കണ്ടില്ല. CAA അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന് ആവർത്തിച്ച് ബി.ജെ.പി. വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ വക്താക്കൾ തങ്ങളാണെന്ന വാദമാണ് സിപിഐഎം മുന്നോട്ട് വെക്കുന്നത്. ബി.ജെ.പിയുടെ മെഗാഫോണായി പ്രതിപക്ഷ നേതാവ് മാറിയെന്ന് മന്ത്രി P.A. മുഹമ്മദ് റിയാസ് പരിഹസിച്ചു. LDF ബദൽ ശക്തിയായതിനാലാണ് സംസ്ഥാന സർക്കാരിനെ കേന്ദ്രം സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നതെന്ന് എ.കെ. ബാലനും പ്രതികരിച്ചു. നിശ്ചിത ശതമാനം വോട്ടില്ലെങ്കിൽ ഇടതു പാർട്ടികൾക്ക് ദേശീയ പദവിയും ചിഹ്നവും നഷ്ടമാകുമെന്ന് പ്രവർത്തകരെ എ.കെ. ബാലൻ ഓർമ്മിപ്പിച്ചു. അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം MP ഉണ്ടാകണം. അതില്ലെങ്കിലോ സ്വതന്ത്ര പാർട്ടിയുടെ ശാസ്ത്രീയത അരിവാൾ ചുറ്റുക നക്ഷത്രത്തിന് പകരം നമ്മുടെ അംഗീകാരം ഇല്ലാതാക്കിയാൽ ഇലക്ഷൻ കമ്മീഷൻ തരാൻ പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ഇന്നായിരിക്കും. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ LDFും UDFും ഒന്നിച്ചെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. UDFിന്റെയും LDFിന്റെയും വിനാശകരമായ രാഷ്ട്രീയമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അഴിമതി കേസുകളിൽ പോലും നിർലജ്ജം കൈകോർക്കുകയാണ് കേരളത്തിലെ LDFും UDFും. കെ റൈസിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ തട്ടിപ്പ് നടത്തുകയാണെന്ന് ബി.ജെ.പി. നേതാവ് P.K. കൃഷ്ണദാസും ആരോപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പൗരത്വ ഭേദഗതിക്കെതിരെ സിപിഐഎം കാസർഗോട്ട് സംഘടിപ്പിക്കുന്ന ബഹുജന റാലിക്ക് അല്പസമയത്തിനകം തുടക്കമാകും. വിഷയത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന് മന്ത്രി P.A. മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാജ്യത്ത് CAA നടപ്പാക്കില്ലെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഇന്നലെ കോഴിക്കോട് നടന്ന പൗരത്വ സംരക്ഷണ റാലിയുടെ തുടർച്ചയാണ് സിപിഐഎം ഇന്ന് കാസർഗോഡ് സംഘടിപ്പിക്കുന്നത്. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി മൈതാനത്ത് വൈകിട്ട് 7 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ റാലി ഉദ്ഘാടനം ചെയ്യും. ബി.ജെ.പിക്കൊപ്പം തന്നെ കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിക്കുന്ന സമീപനമാണ് സിപിഐഎമ്മിൻ്റേത്. മുസ്ലിം സംഘടനകളെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്ന സിപിഐഎം കോൺഗ്രസിന് വിഷയത്തിൽ നിലപാടില്ലെന്ന് നിരന്തരം ആവർത്തിക്കുന്നു. കോൺഗ്രസിന് ഓരോ പഞ്ചായത്തിലും ഓരോ അഭിപ്രായമെന്ന് മന്ത്രി P.A. മുഹമ്മദ് റിയാസ്. ഈ നിയമം നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തിയത് മുതൽ കോൺഗ്രസ് ഇതിലെടുത്തിട്ടുള്ള സമീപനം നമുക്കറിയാം. ഒരു നിലപാടില്ല. ഓരോ പഞ്ചായത്തിലും കോൺഗ്രസിന് ഓരോ നിലപാട്. ആ പഞ്ചായത്തിന് അന്തരീക്ഷം നോക്കി നിലപാട് പറയുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടിയുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം മാറ്റുമെന്ന് കെ.സി. വേണുഗോപാൽ. തങ്ങളുടെ ഭരണപരാജയം മൂടിവെക്കുന്നതിന് വേണ്ടി വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കർഷകർ ആത്മഹത്യയും കർഷകരുടെ പ്രശ്നങ്ങളും മൂടിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ പരിശ്രമമാണ്. അത് നടക്കാൻ പോകുന്നില്ല. ഈ നിയമം ഒട്ടും നടക്കാൻ പോകുന്നില്ല. CAA കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ്. പാർലമെന്റ് പാസാക്കിയ നിയമം സംസ്ഥാനത്ത് അവഗണിക്കുമെന്ന് പറയുന്നത് പൊള്ളത്തരമെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. 24 കാസർഗോഡ്.
തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച LDF കേന്ദ്ര സഹമന്ത്രി കൂടിയായ സ്ഥാനാർത്ഥി പെരുമാറ്റച്ചട്ടം തുടർച്ചയായി ലംഘിക്കുന്നുവെന്നാണ് പരാതി. രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ച സ്വീകാര്യതയിൽ LDFന് അസ്വസ്ഥതയാണെന്ന് BJP തിരിച്ചടിച്ചു. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് LDFന്റെ ആരോപണം. പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നതും നിവേദനങ്ങൾ സ്വീകരിക്കുന്നതും പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് LDF തിരുവനന്തപുരം ജില്ലാ ചെയർമാൻ M. വിജയകുമാർ. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിയമലംഘനമാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ എന്ന പേരിലല്ല, യൂണിയൻ മിനിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അദ്ദേഹം മിനിസ്റ്റർ അല്ല, സ്ഥാനാർത്ഥിയാണെങ്കിൽ അദ്ദേഹം മിനിസ്റ്റർ അല്ല. സ്ഥാനാർത്ഥി അല്ലാത്തവർക്കും മിനിസ്റ്റർ എന്ന് പറയാം, അദ്ദേഹത്തിന് മിനിസ്റ്റർ എന്ന് പറയാനേ പറ്റില്ല, പറഞ്ഞുകൂടാ. അദ്ദേഹം മിനിസ്റ്റർ അല്ല, അദ്ദേഹം ഒരു സാധാരണ പൗരനാണ്, ഇന്ത്യൻ പൗരനാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശത്തെ എതിർക്കുമെന്നും LDF വ്യക്തമാക്കി. അനാവശ്യ കാര്യങ്ങളിൽ മറുപടി പറഞ്ഞ് സമയം കളയാനില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയമായും ആശയപരമായും മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങളെ എതിർക്കാൻ കഴിയാത്തതിനാലാണ് LDF ഗിമ്മിക്കുകളിലേക്ക് കടക്കുന്നതെന്ന് BJP. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആ സ്ലോഗൻസ്, തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പറയുന്ന കാര്യങ്ങൾ എതിർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളിലേക്ക് LDF മാറുന്നത്. കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പായി കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത് ശീലിച്ചു പോയ LDF പ്രവർത്തകരാണുള്ളത്. അവർക്ക് അരിവാളിൽ തന്നെയാണ് ഇത്തവണ വോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനാണ് ശ്രീ ബഹുമാനപ്പെട്ട LDFന്റെ നേതാക്കന്മാർ, അവരുടെ കൺവീനർമാരും ചെയർമാൻമാരും ഒക്കെ ശ്രമിക്കേണ്ടതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിവാദങ്ങളിൽ നിന്നൊഴിഞ്ഞ് മണ്ഡലം ബൂത്ത് തല കൺവെൻഷനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു UDF സ്ഥാനാർത്ഥി ശശി തരൂർ. 24 തിരുവനന്തപുരം. ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ MLAയുടെ കൈവശമുള്ള അധിക ഭൂമി വീണ്ടും അളക്കും. അടുത്തയാഴ്ച ഹെഡ് സർവേയറുടെ നേതൃത്വത്തിൽ ഉടമകളുടെ സാന്നിധ്യത്തിലാണ് ഭൂമി അളക്കുക. നേരത്തെ അളന്നതിൽ പിശകുണ്ടെന്ന് ഉടമകൾ പരാതിപ്പെട്ടിരുന്നു. ചിന്നക്കനാൽ സൂര്യനെല്ലിയിലെ റിസോർട്ടിരിക്കുന്ന ഭാഗത്ത് 50 സെന്റ് പുറമ്പോക്ക് ഭൂമി മാത്യു കുഴൽനാടൻ അധികമായി കൈവശം വെച്ചിട്ടുണ്ടെന്നാണ് റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് വീണ്ടും ടിപ്പർ അപകടം. കാട്ടാക്കടയിൽ ബൈക്ക് യാത്രികന് ഗുരുതര പരുക്കേറ്റു. വിതുര സ്വദേശി അഖിലിനാണ് പരുക്കേറ്റത്. ഒരാഴ്ചക്കിടെ തലസ്ഥാനത്തുണ്ടായ 3ാമത്തെ ടിപ്പർ അപകടമാണ് ഇത്. ഉച്ചയ്ക്ക് 2:40 കാട്ടാക്കട നക്രാഞ്ചിറയിൽ അപകടം. ഇരുവാഹനങ്ങളും കാട്ടാക്കടയിൽ നിന്ന് പൂവച്ചലിലേക്ക് പോവുകയായിരുന്നു. ബൈക്കിനെ മറികടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. 20 മീറ്ററോളം ബൈക്കിനെ വലിച്ചിഴച്ച ശേഷമാണ് ടിപ്പർ നിന്നത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ അഖിലിനെ ടിപ്പർ ഡ്രൈവറും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. മറ്റൊരു സ്ഥലത്ത് മണ്ണെടുക്കാനായി പോവുകയായിരുന്നു ടിപ്പർ. അമിത വേഗമാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അപകടമുണ്ടാക്കിയ ടിപ്പർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരാഴ്ച മുൻപാണ് വിഴിഞ്ഞത്ത് ടിപ്പറിൽ നിന്ന് പാറക്കല്ല് തെറിച്ച് BDS വിദ്യാർത്ഥി അനന്തു മരിച്ചത്. പനവിളയിലും ടിപ്പർ അപകടത്തിൽ അധ്യാപകന് ജീവൻ നഷ്ടമായിരുന്നു. വിഴിഞ്ഞം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കിയതിനിടയിലാണ് മറ്റൊരു അപകടം കൂടി. 24 തിരുവനന്തപുരം. വിഴിഞ്ഞത്ത് അമിതഭാരം കയറ്റി ടിപ്പർ ലോറിയിൽ നിന്ന് കല്ല് തലയിൽ വീണ് മരിച്ച അനന്തുവിന്റെ കുടുംബത്തിന് 1 കോടി രൂപ നൽകുമെന്ന് അദാനി ഗ്രൂപ്പ്. അദാനി പോർട്ട് അധികൃതർ അനന്തുവിന്റെ വീട്ടിൽ നേരിട്ടെത്തി സഹായ വാഗ്ദാനം അറിയിച്ചു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം ടിപ്പറുകൾക്കും വാഹനങ്ങൾക്കും മാർഗനിർദ്ദേശം പുറത്തിറക്കി. അദാനി ഗ്രൂപ്പ്, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നടപ്പിലാക്കി 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. അമിതഭാരം വഹിച്ചു പോകുന്ന വാഹനങ്ങളുടെ വിവരങ്ങൾ അറിയിക്കാൻ വാട്സാപ്പ് നമ്പറും പുറത്തിറക്കി. ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ സ്പീക്കർ അയോഗ്യരാക്കിയ 6 കോൺഗ്രസ് വിമതരും രാജിവെച്ച 3 സ്വതന്ത്രരും BJPയിൽ ചേർന്നു. ഉപതെരഞ്ഞെടുപ്പിൽ ഇവർ BJP ടിക്കറ്റിൽ മത്സരിക്കുമെന്നാണ് സൂചന. സുഖ്വിന്ദർ സിംഗ് സുഖു സർക്കാരിനെ താഴെയിറക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് ഹിമാചലിൽ BJP നടത്തുന്നത്. സ്പീക്കറുടെ അയോഗ്യതാ നടപടി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തെങ്കിലും തിരിച്ചടി നേരിട്ടതോടെയാണ് കോൺഗ്രസ് വിമതർ BJP ക്യാമ്പിൽ ചേക്കേറിയത്. കോൺഗ്രസിന് പിന്തുണ നൽകിയിരുന്ന 3 സ്വതന്ത്ര MLAമാർ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ഇവരും BJPയിൽ ചേർന്നു. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 6 സീറ്റുകൾ കോൺഗ്രസ് നിലനിർത്തിയില്ലെങ്കിൽ സുഖു സർക്കാർ താഴെ വീഴും. 68 അംഗങ്ങളുള്ള ഹിമാചൽ നിയമസഭയിൽ 6 പേർ അയോഗ്യരാവുകയും 3 പേർ രാജിവെക്കുകയും ചെയ്തതോടെ നിലവിലെ അംഗബലം 59 കോൺഗ്രസിന്റെ അംഗസംഖ്യ 40-ൽ നിന്ന് 34 കുറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞാൽ മാത്രമേ സുരക്ഷിതമായി കോൺഗ്രസിന് ഭരണം നിലനിർത്താൻ കഴിയൂ. രാജിവെച്ച സ്വതന്ത്ര MLAമാരുടെ മണ്ഡലങ്ങളിലും ജൂൺ 1 ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കും. 24 ഡൽഹി. കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ RLV രാമകൃഷ്ണൻ വിദ്യാർത്ഥി യൂണിയന്റെ
RLV രാമകൃഷ്ണന് വിദ്യാർത്ഥി യൂണിയന്റെ ക്ഷണം. കലാമണ്ഡലം സത്യഭാമ ജൂനിയറിന്റെ അധിക്ഷേപത്തിൽ പ്രതിഷേധിച്ചാണ് കൂത്തമ്പലത്തിലെ മോഹിനിയാട്ടം. അധിക്ഷേപ പരാമർശത്തിൽ അന്വേഷണം നടത്തി 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പട്ടികജാതി വർഗ കമ്മീഷൻ DGPയോട് നിർദ്ദേശിച്ചു. RLV രാമകൃഷ്ണനെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച സത്യഭാമ ജൂനിയറിനെതിരെ കലാമണ്ഡലത്തിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ഇതിന്റെ തുടർച്ചയായാണ് കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ RLV രാമകൃഷ്ണനെ വിദ്യാർത്ഥി യൂണിയൻ ക്ഷണിച്ചത്. MPhilഉം PhDയും ഒക്കെ ചെയ്ത കലാമണ്ഡലത്തിൽ ചിലങ്ക കിട്ടാൻ അവസരം ലഭിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് RLV രാമകൃഷ്ണൻ. ഒരു നർത്തകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു മുഹൂർത്തമാണ്. കാരണം കേരളത്തിൽ ജനിച്ച ആരും നൃത്തവുമായി ബന്ധപ്പെട്ട ആരും സ്വപ്നം കാണുന്ന ഒരു സ്വപ്നഭൂമിയാണ് കലാമണ്ഡലവും. അതുപോലെ തന്നെ കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ നൃത്തം ചെയ്യുക എന്നുള്ളൊരു സംഭവം. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് പരിപാടി നിശ്ചയിച്ചതെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ മാറ്റി. ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം അരങ്ങേറും. 24 തൃശൂർ. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. നോമ്പുതുറ വിഭവങ്ങൾ വിൽക്കുന്ന അനേകം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അക്കൂട്ടത്തിൽ ചില കുട്ടിക്കച്ചവടക്കാരുമുണ്ട്. കോഴിക്കോട് പുത്തൂർ മഠത്തെ കുട്ടിക്കച്ചവടക്കാരെ പരിചയപ്പെടാം. ഉച്ച കഴിഞ്ഞാൽ ഷാദിയും സഹോദരി ഹാദിയയും തിരക്കിലായിരിക്കും. നോമ്പുതുറ വിഭവങ്ങൾ വിൽപ്പന നടത്താനുള്ള തിരക്ക്. സമൂസ, കട്ട്ലറ്റ് തുടങ്ങിയ പലഹാരങ്ങളുമായി കുടയും ചൂടി ആവശ്യക്കാരെ കാത്തുള്ള ഇരിപ്പ്. പുത്തൂർ മഠം AM UP സ്കൂളിലെ 5ാം ക്ലാസ്സുകാരനാണ് ഷാദി. നമ്മൾ സ്കൂൾ 4:30 വിടല്. അപ്പോൾ നമ്മൾ 4:50 ആകുമ്പോൾ ഇരിക്കല്. നോമ്പിന് പരീക്ഷ ആയിക്കൊണ്ട് വേഗം കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെ നേരത്തെ തുടങ്ങിയ. 2ാം ക്ലാസ്സിലാണ് ഹാദിയ പഠിക്കുന്നത്. കട്ട്ലറ്റ്, സമൂസ, ഇടയ്ക്കിടയ്ക്ക് ഉന്നക്കായ അങ്ങനത്തെ കേൾക്കും. 10, 15 അങ്ങനെ ആ 2 വിലക്കുള്ളത്. ഒഴിവു സമയം വെറുതെ കളയാതെ സമ്പാദ്യമാക്കി മാറ്റുകയാണ് ഈ കുട്ടികൾ. ആവശ്യക്കാരും ഏറെയുണ്ട്. ഈ കുഞ്ഞു കുട്ടികൾ ഇവിടെ വിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള സ്നാക്സ് ആണ്. പിന്നെ മക്കൾ ഇവിടുന്ന് തീരുമ്പോൾ അപ്പം തന്നെ പാത്രവും കൊണ്ട് പോണ കാണാം. അപ്പോൾ ചൂടുള്ള സാധനമാണ് നമുക്ക് കൊണ്ടുതരുന്നത്. കുട്ടികളുടെ പ്രോത്സാഹനം നോമ്പ് ഈ വെയിലുകൊണ്ടിട്ട് നിങ്ങൾ വെച്ച് ചെയ്യണ്ടല്ലോ, അതിനൊരു അഭിമാനമാണ്. കുറെ പിടിച്ചിട്ടുണ്ട് ഈ നോമ്പ് വെച്ചിട്ടായിരുന്നു ഇത് ചെയ്യണത്. പുത്തൂർ മഠം സ്വദേശികളായ യൂസുഫ്, താഹിറ ദമ്പതികളുടെ മക്കളാണ് ഇരുവരും. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് രക്ഷിതാക്കളാണ് പലഹാരങ്ങൾ തയ്യാറാക്കി നൽകുന്നത്. മഗ്രിബ് ബാങ്കിന് ഏറെ മുമ്പ് തന്നെ പലഹാരങ്ങൾ തീരും. പിന്നീട് കുഞ്ഞു സമ്പാദ്യവുമായി മടക്കം. ഇതാണ് ഇവരുടെ പതിവ്. കോഴിക്കോട് നിന്ന് മനു ദാമോദറിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ സംഗീത പരിപാടിക്കിടെ ഭീകരാക്രമണം. മരണസംഖ്യ 115ആയി. 100-ലധികം പേർക്ക് പരുക്കേറ്റു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം IS ഏറ്റെടുത്തു. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിൽ സഹപാഠികളുടെ മർദ്ദനത്തെ തുടർന്ന് ജീവനൊടുക്കിയ JS സിദ്ധാർത്ഥൻ റാഗിംഗ് നേരിട്ടത് 8 മാസത്തോളം. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടിലാണ് വെളിപ്പെടുത്തൽ. നിയമോപദേശത്തിന് ശേഷം റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് കൈമാറും.
സംസ്ഥാനത്ത് വീണ്ടും വന്യജീവി ആക്രമണം. വയനാട് ബത്തേരിയിൽ കടുവ പശുവിനെ കടിച്ചു കൊന്നു. കോതമംഗലം മാമലക്കണ്ടത്ത് കാട്ടാനക്കൂട്ടം വീട് തകർത്തു. മൂന്നാർ സെവൻമലയിൽ കരിമ്പുലിയെ കണ്ടെന്ന് വിനോദസഞ്ചാരികൾ. ഇന്ത്യൻ നാവികസേന പിടികൂടിയ സൊമാലിയൻ കടൽക്കൊള്ളക്കാരെ മുംബൈയിലെത്തിച്ചു. ചരക്ക് കപ്പൽ തട്ടിയെടുത്ത് 35 കടൽക്കൊള്ളക്കാരെയാണ് മുംബൈയിലെത്തിച്ച ശേഷം പോലീസിന് കൈമാറിയത്. മാസപ്പടി വിവാദം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന വാദത്തിൽ ഉറച്ച് മാത്യു കുഴൽനാടൻ. കോടതി ഇക്കാര്യം നേരിട്ട് അന്വേഷിക്കേണ്ടെന്നും കുഴൽനാടൻ വിജിലൻസ് കോടതിയെ അറിയിച്ചു. മാത്യുവിന്റെ ഹർജിയിൽ ഏപ്രിലിൽ വിജിലൻസ് കോടതി വിധി പറയും. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു. ഇനി ഇന്നും സംഭവിച്ചതുമായി TK റീജിത്ത്. നമസ്കാരം.